अंधेरा तेरा मैंने ले लिया मेरा उजला सितारा तेरे नाम किया चन्ना मेरे കാപ്പിപ്പൂവിന്റെ മത്ത് പിടിപ്പിക്കുന്ന മണം മൂക്കിൽ അടിച്ചു കയറിയപ്പോഴാണ് കണ്ണ് തുറന്ന്. സ്ഥലത്തിട്ടോ ചേ. ഡ്രൈവർ ചേട്ടനാണ്. ഒരു വലിയ ഗേറ്റിന് മുമ്പിൽ വണ്ടി നിർത്തിയിരിക്കുന്നു. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് വീട്. 2 മിനിറ്റോളം നടക്കാൻ കാണും. മുറ്റത്തോട്ട് കയറ്റി നിർത്തണോ? ഡ്രൈവർ ചേട്ടൻ ചോദിച്ചു. വേണ്ട, നടന്നു പോയിക്കോളാം. ഇത്രയും നേരം യാത്ര ചെയ്തതിന്റെ ക്ഷീണമൊന്ന് മാറട്ടെ. ടാക്സി കൂലി കൊടുത്ത് ഷോൾഡർ ബാഗും ട്രോളി ബാഗും എടുത്ത് മുന്നോട്ട് നടന്നു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി ചുറ്റുമെന്ന് നോക്കി. പഴയ മോഡൽ ഒരു 2 നില വീട്. സൈഡിൽ ഔട്ട് ഹൗസ് പോലെ ഒരു കെട്ടിടം കൂടിയുണ്ട്. മുറ്റം നിറയെ ചെരൽ പാകിയിരിക്കുന്നു. ചുറ്റും പലവിധമായ ചെടികൾ പൂത്തു നിറഞ്ഞു നിൽപ്പുണ്ട്. ഒരിക്കൽ കൂടി ബെല്ലമർത്തി. ആരാ? നരച്ച മുടിയുള്ള ചട്ടയും മുണ്ടുമെടുത്ത ഒരു അമ്മച്ചി ഇറങ്ങി വന്നു. ഞാൻ നവ്യ, പേയിങ് ഗസ്റ്റായിട്ട് വരുന്ന കാര്യം പറഞ്ഞിരുന്നു. ഓ, പള്ളി വക സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നതല്ലയോ? ഞാൻ അതേയും തലയാട്ടി. കയറി വാ. അമ്മച്ചി നന്ന കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് സോഫയിൽ ചാഞ്ഞിരുന്നു. കോച്ച് അടുത്ത ആഴ്ച വരുമെന്നല്ലയോ പറഞ്ഞിരുന്നേ? എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുന്ന സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അതാ മുന്നേ കൂട്ടി വിളിച്ചറിയിക്കാൻ പറ്റാത്തത്. ഞാൻ ക്ഷമാപണം പോലെ പറഞ്ഞു. ഔട്ട് ഹൗസിൽ താമസം ശരിയാക്കാന്നാ വിചാരിച്ചിരുന്നു. പണിക്കാരെ ഒന്നും കിട്ടിയില്ല. അതൊന്നും ശരിയാക്കാം. ഇപ്പൊ എന്തോ ചെയ്യും? അമ്മച്ചി താടിക കൈ കൊടുത്തു. കോച്ചിന് ഇവിടെ മുകളിൽ ഒരു മുറി തൽക്കാലം തരാം. ഒരാഴ്ചക്കുള്ളിൽ ഔട്ട് ഹൗസ് റെഡിയാക്കാം. എന്തു പറയുന്നു? ഞാൻ സമ്മതം പോലെ തലയാട്ടി. ഇവിടെ ഞാനും എൻ്റെ കെട്ടിയോൻ വർഗീച്ചനും കോച്ചുമോൻ ഡേവിസുവാൻ താമസം. കൃഷിയാണ് പ്രധാനമായിട്ടും. 2 പേരും തോട്ടത്തിൽ പോയേക്കുവാ. വൈകുന്നേരം എത്തും. മുകളിലെ നിലയിൽ റൂം റെഡിയാക്കി തന്നു ജോലിക്ക് നിൽക്കുന്ന ഗ്രേസി ചേച്ചി. പുറകിലെ വാതിൽ തുറക്കുന്ന ബാൽക്കണിയിലേക്കാണ്. അവിടെ നിന്ന് നോക്കിയാൽ തേയിലത്തോട്ടങ്ങളും അതിൻ്റെ നടുക്ക് ഉയർന്നു നിൽക്കുന്ന പള്ളിയും സെമിത്തേരിയും എല്ലാം കാണാം. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ വൈകുന്നേരമായി. അന്നമോ ഉറക്കെയുള്ള വിളി കേട്ടാണ് താഴേക്ക് ഇറങ്ങിച്ചെന്ന്. പ്രായമായ ഒരു അപ്പച്ചൻ സീറ്റ് ഔട്ടിൽ ഇരിക്കുന്നു. കോച്ചു വന്ന കാര്യം ഇവള് വിളിച്ചു പറഞ്ഞിരുന്നു. നവ്യല്ലയോ? ഞാൻ വർഗീച്ചൻ. ഇതെന്റെ കൊച്ചുമോൻ ഡേവിസ്. അരഭിത്തിയിൽ ചാരി പുറത്തേക്ക് കാൽ നീട്ടിയിരിക്കുന്ന ആളെ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. കൂട്ടുപുരികവും ഉയർന്നു നീണ്ട മൂക്കും കുറ്റിത്താടിയും ഇരുനിറവും കലിപ്പുലുക്കും മൊത്തത്തിലൊരു ആനച്ചന്തം. ഞാൻ അയാളെ നോക്കി ചിരിച്ചു. ഡേവിസ് എന്നെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി. ജാടയായിരിക്കും. രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് അത്താഴം കഴിച്ച്. അപ്പോഴയാൾ എന്നെ നോക്കിയത് കൂടിയില്ല. കുറഞ്ഞ സമയം കൊണ്ട് അപ്പച്ചനും അമ്മച്ചയും നല്ല അടുപ്പമായി. കിടക്കാൻ നേരം ബാൽക്കണിയിലെ ജനലരികിൽ ഒരു നിഴൽ കണ്ടു. ഞെട്ടി പിന്നോട്ട് ചാടി. പാതിയടഞ്ഞ വാതിൽ കൂടെ വന്ന വെളിച്ചത്തിൽ പള്ളിയിലേക്ക് നോക്കി നിൽക്കുന്ന ഡേവിസിനെ കണ്ടു. 2 മുറിയുടെയും വാതിലുകൾ തുറക്കുന്ന ഒരേ ബാൽക്കണിയിലേക്കാണെന്ന് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പിറ്റേന്ന് തന്നെ സ്കൂളിൽ പോയി ജോലിയിൽ ചേർന്നു. വീട്ടിൽ നിന്നും 10 മിനിറ്റ് നടക്കണം ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ നിന്നും ബസ്സിലൊരു 15 മിനിറ്റ്. നല്ല അന്തരീക്ഷമുള്ള സ്കൂൾ, വലിയ ഗ്രൗണ്ട്, വലിയ നിഴൽ മരങ്ങളും തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയും. മനസ്സിലൊരു സന്തോഷവും സമാധാനവും തോന്നി. കൂടുതലും തോട്ടം തൊഴിലാളികളുടെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. എല്ലാം കൊണ്ടും എനിക്ക് മനസ്സങ്ങ് പിടിച്ചുപോയി. ഔട്ട് ഹൗസിലേക്ക് മാറേണ്ടത് അപ്പച്ചനും അമ്മച്ചിയുമാണ് പറഞ്ഞത്. അമ്മച്ചി കട്ടാറ് കൈപ്പുണ്യ. ഞാൻ അമ്മച്ചിയുടെ കൂടെ ചേർന്ന് അല്ലറ ചില്ലറ പരീക്ഷണങ്ങൾ നടത്തും. ഒഴിവ് സമയങ്ങളിൽ അപ്പച്ചൻ്റെ കൂടെ പറമ്പിലും തോട്ടങ്ങളിലുമൊക്കെ പോകും. അപ്പോഴും ഡേവിസ് മാത്രം എന്നിൽ നിന്ന് അകലം പാലിച്ചു. എന്തെങ്കിലും ചോദിച്ചാൽ 1-2 വാക്കിൽ മറുപടി പറയും. ഒരു വൈകുന്നേരം അപ്പച്ചനും അമ്മച്ചിയും ഞാനും ടി വിയിലേതൊരു തമാശ കണ്ട് പൊട്ടിച്ചിരിച്ചു. അല്പം ഒച്ച കുറച്ചൂടെ, ഞാനിവിടെ കാര്യമായിട്ട് ജോലി ചെയ്യുക. ഡേവിസിന്റെ ഒച്ച ഉയർന്നു. എന്നെ കനപ്പിച്ച് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. അറിയാമേലായിട്ട് ചോദിക്കുക, അമ്മച്ചിയുടെ കൊച്ചുമോളിന് ചിരിക്കു കൂടിയില്ലേ? ഞാൻ അമ്മച്ചിയെ നോക്കി. അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനും അല്ലാതെ. എങ്ങനെ നടന്ന കൊച്ചാന്നറിയോ? എൻ്റെ മൂത്ത മകൻ ജോണിക്കുട്ടിയുടെ മോന. ഇവൻ 5 വയസ്സുള്ളപ്പോഴാ ജോണിക്കുട്ടി അറ്റാക്ക് വന്ന് മരിക്കുന്നേ. ജോണിക്കുട്ടിയുടെ മരണശേഷം റോസി, അവൻ്റെ അമ്മ, അവനെ ബോർഡിങ് കൊണ്ടുപോയി ചേർത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവള് വേറെ കല്യാണം കഴിച്ചു പോയി. ആ ബന്ധത്തിൽ അവൾക്ക് 2 പെൺകുട്ടികളുണ്ട്. വർഷത്തിലൊരിക്കൽ കിട്ടുന്ന അവധിക്ക് ഡേവിച്ചൻ ഇങ്ങോട്ട് വരും. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാ ഡേവിച്ചനെ ഞങ്ങളുടെ കൂടെ നിർത്താൻ. പക്ഷേ റോസി സമ്മതിച്ചില്ല. പഠിത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവന് ഒരുമാതിരി സ്വഭാവമായി. അധികം ആരോടും സംസാരിക്കില്ല, ചിരിക്കില്ല. MBA പഠിച്ചത് ബാംഗ്ലൂരാ. റാങ്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് ഇവിടെ ഇടക്ക് വരും. അങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാ തെരേസ കൊച്ചിനെ. പള്ളിയിൽ കൊയറ് പാടുന്ന ഒരു സുന്ദരി കൊച്ച്. ഈ വരച്ച പടങ്ങളും ഈ മുറ്റത്തെ ചെടികളൊക്കെ അവിടെയാ.
അടിക്കടി ഇവിടെ വരുമായിരുന്നു. വലിയ സ്നേഹമായിരുന്നു ഞങ്ങളോടും അവനോടും. ആ കൊച്ചു വന്നേ പിന്നെ ഇവൻ ആളാകെ മാറി. കളിയും ചിരിയും എല്ലാം മാറി മറിഞ്ഞ് ഒറ്റ നിമിഷത്തിലായിരുന്നു. ബ്രെയിൻ ട്യൂമറായിരുന്നു. അടിക്കടി വരുന്ന തലവേദന കാണിക്കാൻ പോയത് ആശുപത്രിയിൽ. ലാസ്റ്റ് സ്റ്റേജ്. 1 മാസം കഷ്ടിച്ച് ജീവിച്ചു. ആ കൊച്ചു പോയതോടെ അവൻ വീണ്ടും പഴയ പോലെയായി. ബാൽക്കണിയിൽ നിന്ന് എന്നും അവൾ അടക്കി ഇടത്തോട്ട് നോക്കി നിൽക്കുന്നത് കാണാം. അമ്മച്ചി ദീർഘശ്വാസം വിട്ടു. പാവൻ ഡേവിസ്. എനിക്ക് സങ്കടം തോന്നി. രാത്രി ബാൽക്കണിയിൽ നിന്ന് ഡേവിസിൻ്റെ അടുത്ത് ചെന്നു. അമ്മച്ചിയെല്ലാം പറഞ്ഞായിരിക്കും. ഡേവിസ് എന്നെ നോക്കി. ഈ സഹതാപത്തോടെയുള്ള നോട്ട് എനിക്ക് ഇഷ്ടമല്ല. അത്രയും പറഞ്ഞ് ഡേവിസ് വാതിൽ വലിച്ചടച്ചു. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഒരു ദിവസം അപ്പച്ചനോട് അമ്മച്ചിയോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ഡേവിസ് എവിടെയോ പോയേക്കുവാണ് 2 ദിവസത്തേക്ക്. ഒരു മുരൾച്ചയോടെ മുറ്റത്ത് വന്നിരുന്ന ഇന്നോവയിൽ നിന്നും പുറത്തിറങ്ങിയ ആളെ കണ്ട് വിറച്ചുപോയി ഞാൻ. ശേഖർ അങ്കിൾ. ഉന്നാരമോളെ ഒളിച്ചു താമസിച്ച കണ്ടുപിടിക്കലെന്ന് എഴുതിയാ. അയാൾ വായിലെ മുറുക്കാൻ നീട്ടി തുപ്പി. നിന്റെ ആ കൂട്ടുകാരൻ ചെക്കനുണ്ടല്ലോ ആജി, അവനെ ഞങ്ങളങ്ങ് പൊക്കി. ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പോ മണി പോലെ അവൻ കാര്യങ്ങൾ പറഞ്ഞു. അവന്റെ കെയർ ഓഫിൽ പള്ളിവക സ്കൂളിൽ ജോലി വാങ്ങിച്ച് ഇവിടെ ഒളിച്ച് താമസിക്കുന്നതെല്ലാം. അയാൾ പൂച്ചി ചിരിച്ചു. ഞാൻ തറഞ്ഞിരുന്നു. അപ്പച്ചിയുടെ അമ്മച്ചിയൊന്നും മനസ്സിലാവാൻ നിൽക്കുകയാണ്. നീ മര്യാദക്ക് വന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഞാൻ. അയാൾ മുരണ്ടു. നാളെ രാവിലെ 10 മണിക്ക് തന്നെ കൂട്ടാൻ ആള് വരും. ഇവിടെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എന്റെ മകൻ നിന്നെ കല്യാണം കഴിക്കും. വല്ല ഏടാ കൂടെ ഒപ്പിക്കാനാണ് പ്ലാനെങ്കിൽ. അയാൾ നിർത്തി മീശൊന്ന് പിരിച്ചു. നിന്റെ തന്തയും തള്ളയും പറഞ്ഞു വിട്ട പോലെ നീയും പോവും കേടല്ലോ. ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞിട്ട് അയാൾ വണ്ടി വേഗത്തിൽ ഓടിച്ചുപോയി. ഒരു പൊട്ടിക്കരച്ചിലൂടെ അമ്മച്ചിയുടെ നെഞ്ചിലേക്ക് വീണു. പപ്പയുടെ ബിസിനസ് പാർട്ണറായിരുന്നു ശേഖർ അങ്കിൾ. സ്വത്തിനു വേണ്ടി പപ്പയും അമ്മയും കൊന്ന് ആക്സിഡന്റാണെന്ന് വരുത്തി തീർത്തു. പപ്പ മരണത്തിനു മുമ്പെല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചിരുന്നു. ഇപ്പം എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി മകനെ കൊണ്ട് കെട്ടിക്കാൻ നടക്കുവാണ്. ആ രാത്രി ഉറങ്ങാതെ വിളിപ്പിച്ചു. അനാഥത്വം എത്ര വേദനയാണ്. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. വെറുതെ മോഹിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പച്ചനും അമ്മച്ചി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നു. പിറ്റേന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊല്ലാൻ കൊണ്ടുപോകുന്ന അറുമാരുടെ അവസ്ഥയായിരുന്നു എനിക്ക്. അമ്മച്ചിയും അപ്പച്ചനും കരയുന്നുണ്ട്. രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. ഞാൻ കാരണം അവർക്കൊരു ദോഷം വരാൻ പാടില്ല.